പ്രിയ സഹോദര സഹോദരി, അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു ബൈബിൾ മാത്രമാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ ദിവസം ഇതേ ബൈബിൾ ഇവിടെ എന്നെ കൊണ്ടുവന്ന് നിർത്തി. നമ്മൾ ഏകരല്ല. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഏകരായിരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. അമ്മയില്ലായിരിക്കാം, അപ്പനില്ലായിരിക്കാം, കൂടപ്പിറപ്പുകൾ ആരും ഇല്ലായിരിക്കാം, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കൂട്ടില്ലായിരിക്കാം. എന്നാൽ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ അവന് നിന്നെ എത്രത്തോളം അനുഗ്രഹിക്കാൻ കഴിയുമെന്നും എത്ര ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും ഈ ബൈബിൾ എടുത്തുകൊണ്ട് വന്നതായ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ സ്ഥാനത്തേക്ക് ഞാൻ വന്നിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ ഭൂമിയിൽ ആരും തന്നെയല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രിയ സഹോദര സഹോദരി, എനിക്ക് ഈ ദേശത്ത്, ഈ പട്ടണത്തിൽ ആരുമില്ല, ഈ ഗ്രാമത്തിൽ ആരുമില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം നിനക്കൊരു വാഗ്ദത്തം തരികയാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന്. ഇന്ന് എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും നിരാശയോടെ ഇരിക്കുകയാണോ? യേശു പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എപ്പോൾ വരെയാണെന്നാണ് പറയുന്നത്? ഇതാ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്നാണ്. എത്ര അത്ഭുതവാനായ ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദര, എനിക്ക് ആരുമില്ല എന്നൊരു ചിന്ത നിന്റെ ഉള്ളത്തിൽ വരികയാണെങ്കിൽ സതീഷ് കുമാറിനെ നിങ്ങൾ ഓർമ്മിക്കുക. ഹൈദരാബാദിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് കൂട്ടാരുമില്ലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഈ ദിവസം 1 ആണോ 2 ആണോ 10 ആണോ ലക്ഷക്കണക്കിന് ആളുകളെ ദൈവം എനിക്ക് കൂട്ടായിട്ട് തന്നു. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം അവൻ പറഞ്ഞ വാക്കിനെ നിറവേറ്റുന്നവനാണ്. എൻ്റെ നിമിത്തം സകലത്തെയും ഉപേക്ഷിച്ച ആളുകൾക്ക് ഒരുപാട് അമ്മമാരെയും ഒരുപാട് അപ്പന്മാരെയും അനുജന്മാരെയും അനുജത്തിമാരെയും ജ്യേഷ്ഠന്മാരെയും ജ്യേഷ്ഠത്തിമാരെയും ഒക്കെ കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനെൻ്റെ മകനോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് സ്വാർത്ഥതയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മൾ ജീവിക്കുമ്പോഴാണത് അനുഗ്രഹമാകുന്നത്. ആ അനുഗ്രഹത്തെ വളർത്തുന്നത് ഭാഗ്യകരമാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് സ്വാർത്ഥതയാണ്. യേശു കർത്താവ് എന്താണ് നമ്മളോട് അരുളി ചെയ്തത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കുക, ദാഹിച്ചു വരുന്നവന് വെള്ളം കൊടുക്കുക, നിസ്സഹായകരെ സഹായിക്കുക, എളിയവരോട് കരുണ കാട്ടുക. ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മിൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയുമെങ്കിൽ, സഹായം ആഗ്രഹിക്കുന്ന വ്യക്തി നിന്റെ അരികിൽ വരികയാണെങ്കിൽ നിശ്ചയമായി സഹായിക്കുക. ജോൺ വെസ്ലി ഒരു ദിവസം ഇപ്രകാരം പറഞ്ഞു, നിനക്കെന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ഇപ്പോഴേ ചെയ്യുക. ആരോടെങ്കിലും ആശ്വാസകരമായ വാക്കുകൾ സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ സംസാരിക്കുക. ആരുടെയെങ്കിലും തോളിൽ തട്ടി നിനക്ക് അഭിനന്ദിക്കാനായിട്ട് കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആരോടെങ്കിലും സുവിശേഷം അറിയിച്ചവരെ രക്ഷയിലേക്ക് നടത്തുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിലേക്ക് ഒരു പ്രാവശ്യത്തേക്ക് മാത്രമാണ് നീ വന്നത്. വീണ്ടും വരുവാനുള്ള ചാൻസ് നിനക്കില്ല. സഹോദര സഹോദരി, ഈ ഭൂമിയിലേക്ക് നമ്മൾ ഒറ്റ പ്രാവശ്യമേ വരികയുള്ളൂ. അതുകൊണ്ട് വീണ്ടും വരുവാനുള്ള ചാൻസ് ഇല്ല. നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ, എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവനാമത്തിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ. സ്വർഗത്തിൽ ചെന്നിട്ട് ആരെയും നമുക്ക് സഹായിക്കുവാനായിട്ട് കഴിയില്ല. സ്വർഗത്തിൽ ആരെയും നമുക്ക് അഭിനന്ദിക്കേണ്ട കാര്യമില്ല, ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല, കടം കൊടുക്കേണ്ട കാര്യമില്ല, കണ്ണുനീർ തുടയ്ക്കേണ്ട കാര്യമില്ല, തുണയായി നിൽക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിത്യമായി എല്ലാ വ്യക്തികളും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ പോകുന്നു. അവനാണ് സൂര്യൻ, അവനാണ് ചന്ദ്രൻ, അവനാണ് സകലതും. അവൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവുണ്ടാകില്ല. വചനത്തിൽ പറയുന്നു, സ്വർഗരാജ്യത്തിൽ അവിടെ വിശപ്പില്ല, ദാഹമില്ല, കണ്ണുനീർ ഒട്ടുമില്ല. അതുകൊണ്ട് അവിടെ പോയി സഹായിക്കേണ്ടതില്ല. എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ചാണത്. എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇതാ ഇപ്പോൾ തന്നെ ചെയ്യൂ. അവസരം ഉള്ളപ്പോൾ തന്നെ ചെയ്യൂ. നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് നിന്നിലൊരു വിശ്വാസമുണ്ടായിരിക്കണം. ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും അതാ ആ സഹോദരൻ എന്നെ ഉറപ്പായും സഹായിക്കും. ഈ സന്ദേശത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കാമോ?
മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹ വിഷയമായിട്ട് ഞങ്ങൾ മാറും. ശപിക്കപ്പെട്ട ആളുകളാണെങ്കിൽ ഞങ്ങൾ സ്വാർത്ഥതയുള്ളവരായിട്ട് ആരെയും സഹായിക്കണമെന്ന ആഗ്രഹമില്ലാതെ എല്ലാവർക്കും ദോഷകരമായിട്ട് ജീവിക്കും. കർത്താവേ, എന്നാൽ നീ ഇന്ന് ഞങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളുടെ പാത്രങ്ങളെല്ലാം നിന്റെ അനുഗ്രഹത്താൽ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ പാത്രങ്ങൾ നിറഞ്ഞ് കവിയുമാറാകേണ്ടതിന് ഇതാ ഞങ്ങളുടെ പാത്രങ്ങൾ നിന്റെ മുൻപിൽ വയ്ക്കുകയാണ്. കർത്താവെ, നിന്റെ സ്നേഹം കൊണ്ട്, നിന്റെ ക്ഷമ കൊണ്ട്, സഹിഷ്ണുത കൊണ്ട്, നിന്റെ ഉപകാരം കൊണ്ട് നീ നിറയ്ക്കണമേ. ഞങ്ങളെ കാണുന്ന ആളുകൾ ഞങ്ങളിലൂടെ നിന്നെ കാണണം. ഞങ്ങളിൽ അവർക്കൊരു വിശ്വാസമുണ്ടാകണം. ഇവൻ ആത്മീയനാണ്, ഇവൻ നല്ലവനാണ്. സഹായം അഭ്യർത്ഥിച്ചാൽ സഹായം ചെയ്യും. അത്ഭുതകരമായൊരു ആത്മീയ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് മാതൃകയായി ഞങ്ങളുടെ ജീവിതം മാറേണ്ടതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.